അത് IME നമ്പർ ഇല്ല, വൈഫൈ ഇല്ല, ബ്ലൂടൂത്ത് ഇല്ല, ബാക്ക് ഗ്ലാസ് ഇല്ല. ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടി ഉറങ്ങിപ്പോയി. ഡിസ്പ്ലേൻ്റെ ഗ്ലാസ് പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ ചെറിയൊരു ലൈൻ ഉണ്ട്, അതാ പ്രശ്നം. ഇത് IME നമ്പറൊന്നും കാണിക്കുന്നില്ല, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ നിങ്ങൾക്ക് അറിയാലോ, മറ്റേ സാൻഡ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ സാധനമാണ്, 2 ലെയറായിട്ടാണ് വരിക. അപ്പോൾ അതൊന്ന് ഇളകി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് പോയി കഴിഞ്ഞാൽ ചിലത് ഡെഡ് ആവാൻ വരെ ചാൻസ് കൂടുതലാണ്. ഇതിപ്പോൾ എന്തായാലും ബോർഡ് ബെൻഡ് കാര്യങ്ങളൊന്നും ചെറുങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഞാനിതെന്തായാലും സാൻഡ്വിച്ച് ബോർഡ് ആയതുകൊണ്ട് നമ്മൾ ഹീറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊക്കിങ് എടുത്ത് രണ്ടാക്കി സെപ്പറേറ്റ് ആക്കി എന്നതിന് ശേഷം നോക്കുമ്പോൾ ഒരു 10-16 പ്രിൻ്റ് അങ്ങോട്ട് പോയി. ഇതൊക്കെ വീണ്ടും പോയതാണ് സംഭവം. ഈ പ്രിൻ്റൊക്കെ നമ്മൾ ഈ മറ്റേ ജിലേബി ചുടുന്നത് പോലെ ഇങ്ങനെ മറ്റേ മൈക്രോ ജമ്പർ ഇട്ട് ഇങ്ങനെ ചുട്ടി അതിൽ തുളയിലാക്കി എന്നിട്ട് UV ഒക്കെ ഇട്ട് ചേരണ്ടി സെറ്റാക്കി എടുക്കണം, എന്നാലേ സംഭവം റെഡിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതെന്തായാലും ഫുള്ള് സെറ്റായി. ഇതുപോലത്തെ ആയിരിക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഐഫോൺ ആയാലും ശരി, ആൻഡ്രോയിഡ് ആയാലും ശരി, എല്ലാം സെറ്റാക്കി കൊടുക്കും. ഇതിപ്പോൾ എന്തായാലും ജിലേബിലാക്കിയ സമയത്ത് നെറ്റ്വർക്ക് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, എല്ലാ തേങ്ങയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബാക്ക് ഗ്ലാസ് മാറ്റുന്നതാണ്. ഇതിന് അടുത്ത